2025 ജൂൺ മാസത്തിൽ ESIയുടെ ഡയറക്ടർ ബോർഡ് യോഗം ഈ കാര്യത്തിൽ തീരുമാനമെടുത്തത്. നിരന്തരം ഇതിൻ്റെ പിന്നാലെ നടന്നു ഇത് സാധ്യമാക്കാൻ വേണ്ടി. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ 2 പ്രാവശ്യം ഞാൻ പോയി അദ്ദേഹവുമായി നേരിൽ സംസാരിച്ചു. പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് വിളിച്ചു, ചീഫ് സെക്രട്ടറിയെ വിളിച്ചു, കേന്ദ്ര തൊഴിൽ മന്ത്രി മൻസൂഖ് മണ്ഡാവിയെ കൊണ്ട് ഞാൻ നേരിട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായി സംസാരിപ്പിച്ചു. ബഹുമാനപ്പെട്ട നിർമ്മല സീതാരാമൻ ധനമന്ത്രി ശ്രീ KV തോമസ് മുഖാന്തരം മുഖ്യമന്ത്രിയുമായി സംസാരിച്ചു. അതുപോലെ ചീഫ് സെക്രട്ടറിയുമായി ശ്രീ KM അബ്രഹാം, മുഖ്യമന്ത്രിയുടെ മറ്റ് മുഴുവൻ സെക്രട്ടറിമാരുമായി, ആരോഗ്യമന്ത്രിയുടെ സെക്രട്ടറിയുമായും ആരോഗ്യമന്ത്രിയെ നിരവധി വട്ടം വിളിച്ചു. ഒറ്റ പ്രാവശ്യം മാത്രമാണ് അവർ തിരിച്ചു വിളിച്ചത്. ബോധപൂർവമായി ആസൂത്രിതമായി ഇത് നടപ്പാക്കാതിരിക്കാനുള്ള നീക്കം നടത്തി പരാജയപ്പെടുത്തിയതിന് ശേഷം ബഹുജന വികാരം കശുവണ്ടി തൊഴിലാളികൾ അതിശക്തമായി പ്രതിഷേധിക്കുന്നു. കൊല്ലത്ത് ഇതിനകം തന്നെ നിരവധി ജനകീയ സമരങ്ങൾ ഉയർന്നു വന്നു. മുഖ്യധാര ദിനപത്രങ്ങൾ മുഖപ്രസംഗം എഴുതി. അങ്ങനെ വന്ന സാഹചര്യത്തിലാണ് മുഖം മിനുക്കാൻ വേണ്ടി ഞാൻ ആസൂത്രിതമായിട്ടുള്ള ഗൂഢാലോചന നടത്തുന്നു. ഞാൻ കൊണ്ടുവന്ന ഈ ആശുപത്രി നടപ്പാക്കി കിട്ടുന്നതിന് വേണ്ടി സെക്രട്ടേറിയറ്റിലും ഓഫീസുകളിലും നിരന്തരമായി ഇടപെട്ട് ഇതെല്ലാം ചെയ്തതിന് ശേഷം നടക്കാതെ വന്നപ്പോൾ ഞാൻ ഗവൺമെൻറ്റിനെ കരിവാരിത്തേക്കാൻ വേണ്ടി ഞാൻ ബോധപൂർവമായി മെഡിക്കൽ കോളേജ് ഇല്ലാതാക്കി എന്ന് പറഞ്ഞാൽ അരിയാഹാരം കഴിഞ്ഞ ഒരാൾക്ക് വിശ്വസിക്കാൻ കഴിയുന്ന വാദമാണോ ദേശാഭിമാനിയും CPMൻ്റെ ജില്ലാ സെക്രട്ടറിയും ആരോഗ്യമന്ത്രി വീണ ജോർജും ഉയർത്തുന്നത്? അങ്ങനെയാണെങ്കിൽ പാർലമെൻറ്റ് സെഷൻ നടന്നുകൊണ്ടിരിക്കെ സെഷൻ കട്ട് ചെയ്ത് 3-ാം തീയതി അവസാന ദിവസം ഞാൻ രാവിലെ നിയമസഭയിൽ പോയി കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കണ്ടതെന്തിന്? ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സാഹു പിണറായി വിജയനോട് പറഞ്ഞു, ഇന്ന് വൈകുന്നേരം സമയം അവസാനിക്കും, ഉച്ചയ്ക്കിന് മുമ്പെങ്കിലും വൈകുന്നേരത്തിന് മുമ്പെങ്കിലും ആ എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ ഞങ്ങൾ തൃശ്ശൂർ ആളുടെ ഏർപ്പാട് ചെയ്തിരുന്നു. ഇത് കൊടുക്കാൻ എല്ലാ സംവിധാനവും കൊല്ലത്ത് ഏർപ്പാട് ചെയ്തു, തൃശ്ശൂർ ഏർപ്പാട് ചെയ്തു, എല്ലാം സജ്ജമാക്കി. എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് കൂടി NMCക്ക് കൊടുക്കുന്ന ആപ്ലിക്കേഷനോടൊപ്പം അറ്റാച്ച് ചെയ്താൽ മാത്രം മതി. വൈകുന്നേരം 7:30 മണിക്കാണ് ഉത്തരവിറക്കുന്നത്. നിങ്ങൾ വിശദമായിട്ടുള്ള റെക്ടിഫിക്കേഷൻ പ്ലാൻ നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട്. വളരെ കൃത്യമാണ്, വ്യക്തമാണ്, രാഷ്ട്രീയമായ സങ്കുചിതമായ പാർട്ടി രാഷ്ട്രീയ താല്പര്യം. അതായത് എന്നെ സഹകരണ ആശുപത്രിയെ സഹായിക്കാൻ വേണ്ടിയിട്ടാണെന്നാണോ പറയുന്നത്? ഞാൻ ന്യായമായും സംശയിക്കുന്നു. കാരണം അല്ലെങ്കിൽ എന്ത് കാരണം? ഒന്ന്, വ്യക്തിഗതമായി ഒരുപക്ഷെ പാർലമെന്റ് അംഗമെന്ന നിലയിൽ, ESI ഡയറക്ടർ ബോർഡ് അംഗമെന്ന നിലയിൽ അത്തരത്തിലൊരു മെഡിക്കൽ കോളേജ് വരുന്നത് വ്യക്തിപരമായി എനിക്കും അതുപോലെ മുന്നണിക്കും, ഐക്യജനാധിപത്യ മുന്നണിക്കും പൊതുവെ ഗുണം ചെയ്യുമെന്നുള്ള രാഷ്ട്രീയമായ താല്പര്യം. മറ്റൊന്ന് ഈ സാമ്പത്തിക താല്പര്യം തന്നെയായിരിക്കണം. അതല്ലെങ്കിൽ പിന്നെ ഇത്ര ദുർവാശി ഈ കാര്യത്തിൽ എടുക്കേണ്ട കാര്യമെന്താ? ഇനി ഞാൻ ഒരു ചോദ്യം ചോദിച്ചു, നിങ്ങൾ മാധ്യമപ്രവർത്തകർ തന്നെ അന്വേഷിച്ചോ? ഞാൻ മനസ്സിലാക്കുന്നത് ഇന്നൊരു ചാനൽ റിപ്പോർട്ട് ചെയ്തതനുസരിച്ചാണെങ്കിൽ, ഞാൻ ഫയൽ കണ്ടില്ല, റിപ്പോർട്ട് ചെയ്തതനുസരിച്ചാണെങ്കിൽ കണ്ടീഷണലായി സർട്ടിഫിക്കറ്റ് കൊടുക്കാമെന്നാണ് ഫയൽ പോയത്. എന്ന് പറഞ്ഞാൽ അണ്ടർടേക്കിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ ഈ NMC നോംസ് കംപ്ലൈ ചെയ്തു കൊള്ളാമെന്ന വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് കൊടുക്കാം. എന്തേ സർക്കാർ നൽകിയില്ല? 1. 2, ഏതെങ്കിലും സ്വകാര്യ മെഡിക്കൽ കോളേജിന് അണ്ടർടേക്കിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് സർക്കാർ കൊടുത്തിട്ടുണ്ടോ? ഞാൻ എത്ര ദിവസമായി ചോദിക്കുന്നു. മന്ത്രി മറുപടി പറയട്ടെ, ഗവൺമെൻറ് മറുപടി പറയട്ടെ. ഏതെങ്കിലും സ്വകാര്യ മെഡിക്കൽ കോളേജിന് സീറ്റ് വർദ്ധിപ്പിക്കുന്നതിനോ പുതിയ മെഡിക്കൽ കോളേജ് ആരംഭിക്കുന്നതിനോ ആവശ്യമായ സൗകര്യങ്ങൾ പിന്നീട് ചെയ്തു കൊള്ളാമെന്ന അണ്ടർടേക്കിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ് അനുമതി നൽകിയിട്ടുണ്ടോ? ആർജവമുണ്ടെങ്കിൽ ഗവൺമെൻറ് പറയട്ടെ, അപ്പോൾ അതിന് മറുപടി പറയാം. അപ്പോൾ വളരെ വ്യക്തമല്ലേ ഈ കാര്യത്തെ സംബന്ധിച്ചിടത്തോളമുള്ള ഗൂഢാലോചന, വലിയൊരു കോൺസ്പിറസി. ഞാനതിൽ നിയതമായി പറയുന്നു, ആരോഗ്യമന്ത്രി ഇത്രയും ധിക്കാരവും ധാർഷ്ട്യവും, കല്ലുവെച്ച പച്ചക്കള്ളം, അതിനുശേഷം മാധ്യമങ്ങളോട് പറയുക ഞാൻ ആസൂത്രിതമായ ഗൂഢാലോചന നടത്തി മെഡിക്കൽ കോളേജ് അട്ടിമറിച്ചു ഞാനാണെന്ന് പറഞ്ഞാൽ ഇവർക്ക് മന്ത്രിയായിരിക്കാനുള്ള യോഗ്യതയുണ്ടോ? ഇവർക്ക് ആരോഗ്യമന്ത്രി എന്ന നിലയിൽ കേരളത്തിൽ ആ സ്ഥാനത്തിൻ്റെ മഹത്വം എന്താണ് എന്ന് ഇവർക്ക് മനസ്സിലായിട്ടുണ്ടോ? ഒരു മന്ത്രി കല്ലുവെച്ച പച്ചക്കള്ളം പുറത്തിറങ്ങി പറയുകയാണ്, ഞാൻ കൊണ്ടുവന്ന് എൻ്റെ കൂടി പരിശ്രമഫലമായി കൊല്ലത്ത് ഞാൻ പ്രതിനിധീകരിക്കുന്ന ലോക്സഭാ മണ്ഡലത്തിൽ വരുന്ന ഒരു 600 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള ഒരു പൊതുമേഖലാ സ്ഥാപനം അട്ടിമറിക്കാൻ ഞാൻ നേതൃത്വം കൊടുത്തു. പാർലമെൻറ്റ് സെഷൻ പോലും കട്ട് ചെയ്ത് തിരുവനന്തപുരത്ത് നിയമസഭയിൽ പോയി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ സമയം കണ്ടെത്തി അദ്ദേഹവുമായി സംസാരിക്കുന്നതടക്കം ഈ എഫേർട്സ് ഒക്കെ എടുത്തത് ഇതിനെ അട്ടിമറിക്കാൻ വേണ്ടിയാണ് എന്ന് ഈ മന്ത്രി പറഞ്ഞാൽ ആ മന്ത്രിയെ എങ്ങനെയാണ് അഭിസംബോധന ചെയ്യേണ്ടത് എന്ന് എനിക്കറിയില്ല. അതിൻ്റെ പേരാണ് ധിക്കാരം, അഹങ്കാരം, ധാർഷ്ട്യം.
അധികാര തിമിരം ബാധിച്ച് കാഴ്ച നഷ്ടപ്പെട്ടിരിക്കുന്നു കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രിക്ക്. അതാണിന്ന് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ആരോഗ്യരംഗത്തെ പരിതാപകരമായിട്ടുള്ള അവസ്ഥ.